കൊച്ചിയിലേക്കൊന്ന് പോവുകയാണ്. സിറോ മലബാർ സഭ കുർബാന ഏകീകരണം ചർച്ച ചെയ്യാൻ സിനഡ് ഇന്ന് വീണ്ടും ചേരും. ഓൺലൈനായാണ് യോഗം ചേരുക. കുർബാന ഏകീകരണത്തിന്റെ സഭാ സർക്കുലറിനെതിരെ ഉയർന്ന കടുത്ത പ്രതിഷേധവും സിനഡിൽ ചർച്ചയാകും. കുർബാന ഏകീകരണ വിഷയം മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രത്യേക സിനഡ് ഓൺലൈനായി സമ്മേളിച്ചത്. എന്നാൽ ചർച്ച മുഴുവനാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബുധനാഴ്ചത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു. കുർബാന ഏകീകരണം നടപ്പാക്കുന്നതിനെ ചൊല്ലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിലുള്ള പ്രതിഷേധം ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഈ സാഹചര്യവും ഇന്ന് സിനഡ് വിലയിരുത്തും. നവമി ദിനേശാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. നവമി, ഗുഡ് മോർണിംഗ്. ഇന്ന് സിനഡ് ചേരുമ്പോൾ എന്താണ് പ്രതീക്ഷ? അടിപിടി, അക്രമം അത് എല്ലാ തവണയും ഉണ്ടാകാറുണ്ട്. കത്തിക്കുക, പ്രതിഷേധിക്കുക, പ്രതിഷേധത്തിന്റെ രീതി മാറ്റുക എന്നേ ഉള്ളൂ. പ്രതിഷേധം നിലവിലും തുടരുകയാണല്ലോ. അപ്പൊ എന്താണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? വെരി ഗുഡ് മോർണിംഗ് അശ്വതി. ഇന്ന് വൈകുന്നേരം ഓൺലൈനായിട്ടായിരിക്കും സിനഡ് യോഗം ചേരുന്നത്. ഇന്ന് ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട ഈ സിറോ മലബാർ സഭയുടെ കീഴിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം, അത് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രതിഷേധമാണ് വിമതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പള്ളി വരെ അടച്ചിട്ടുള്ള ഒരു പ്രതിഷേധം. ഈ സ്ഥാനമാറ്റം ഉണ്ടെങ്കിൽ പോലും, സ്ഥാനം മാറി വന്നു എങ്കിൽ പോലും ഇപ്പോഴും പുതിയ ആളുകൾക്ക് ഈ ഒരു വിമതരെ അനുനയിപ്പിക്കാനായി കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിലായി മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം തന്നെ പുതിയൊരു സർക്കുലർ വരെ ഇറക്കുന്ന സാഹചര്യമുണ്ടായി. ജൂലൈ 4-ന് ശേഷം വീണ്ടും ഈ ഏകീകൃത കുർബാന നടപ്പാക്കാത്ത പള്ളികളിലെ വൈദികരെ പുറത്താക്കുമെന്ന് കർശന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അവരെ പുറത്താക്കിയായി തന്നെ കണക്കാക്കുമെന്നാണ് സർക്കുലറിൽ പറയുന്നത്. ഇവർക്ക് പിന്നീട് ഈ വിവാഹ ചടങ്ങ് പോലും നടത്താനുള്ള ഒരു അവകാശം ഉണ്ടാകില്ല. അങ്ങനെ വലിയ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള ഒരു സർക്കുലറാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ സർക്കുലർ കഴിഞ്ഞ ഞായറാഴ്ച പള്ളികളിൽ വായിക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ അന്നും നമ്മൾ കണ്ടതാണ്, ഈ പള്ളികളിൽ വായിച്ചിട്ട് പോലും വിവിധ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുണ്ടായി. ഏകീകൃത കുർബാന നടപ്പാക്കില്ല എന്നുള്ളൊരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു തീരുമാനത്തിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. പല പള്ളികളിലും പോലീസ് എത്തി, നമ്മൾ കണ്ടതാണ്. എറണാകുളത്തെ പള്ളികളിലായാൽ പോലും പോലീസ് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനോടൊപ്പം ഈ സർക്കുലർ കത്തിക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമവായത്തിൽ എത്താതെ നിൽക്കുകയാണ് സിറോ മലബാർ സഭയിലെ ഈ വിമതരെല്ലാം ചേർന്ന് അല്ലെങ്കിൽ ഈ പുറത്താക്കപ്പെടുമെന്ന് പറയുന്ന വൈദികർ ചേർന്ന് പുതിയൊരു സഭ രൂപീകരിക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് സിറോ മലബാർ സഭയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയും പ്രതിസന്ധിയുമായിരിക്കും. മാർപ്പാപ്പയുടെ നിർദ്ദേശം പോലും അവഗണിക്കുന്ന വൈദികർക്കെതിരെ ഇനി ഏത് രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കാനായിരിക്കും സിറോ മലബാർ സഭ തയ്യാറാകുക എന്നതാണ് ഇനി നോക്കിക്കാണുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന സിനഡിലും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. പക്ഷെ അതിലും കൃത്യമായൊരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം പിന്നീട് യോഗം പിരിഞ്ഞതിന് ശേഷമാണ് ഇന്ന് വൈകുന്നേരം വീണ്ടും ഓൺലൈനായി ചേരാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതിലും ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ വിമത വിഭാഗം യാതൊരു വിധത്തിലുള്ള അനുനയത്തിനും തയ്യാറായിട്ടില്ല. അവർ ഈ ഏകീകൃത കുർബാനയോട് സഹകരിക്കില്ല, ഏകീകൃത കുർബാന അർപ്പിക്കില്ല എന്ന ഒറ്റ നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇന്നലെ വിമത വിഭാഗവും ഇതിനോടകം തന്നെ പല യോഗങ്ങളും ചേർന്നിട്ടുണ്ട്, പല മീറ്റിങ്ങുകളും ചേരുകയും ഇവരുടെ ഒരു നിലപാടിൽ നിന്നും വ്യതിചലിക്കില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാർപ്പാപ്പയ്ക്ക് കത്തെഴുതാനും ഈ വിമതർ തീരുമാനിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഒരു ചർച്ച നടത്താമെന്ന്, വിമതരെ ഒപ്പം നിർത്തിയുള്ള ഒരു ചർച്ച നടത്താമെന്നൊക്കെ സഭ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ ആ ചർച്ചയൊന്നും നടപ്പാക്കാതെയാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയതെന്ന് വരെ വിമത വിഭാഗം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ സിനഡ് ചേരുന്നുണ്ട്. സിനഡിൽ ഈ വിഷയം മാത്രമായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മ ഈ ജൂലൈ 4 എന്ന് പറയുന്ന ദിവസത്തിലേക്ക് ഇനി ഒരുപാട് ദിവസം ഇല്ലല്ലോ. അപ്പൊ അതൊരു ഇങ്ങനൊരു സമയം കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നടപടികൾ വേഗത്തിലാക്കാൻ തന്നെയല്ലേ കഴിയുക? അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കില്ലേ ചർച്ചകൾ മുന്നോട്ട് പോവുക?
അതെ, അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഒരു സിനഡ് ചേരുന്നതും ഈ വിഷയം മാത്രം ചർച്ച ചെയ്യുന്നത്. പക്ഷേ വിമത വിഭാഗം സഹകരിക്കാത്തിടത്തോളം ഇത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സഭയ്ക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. മാർപ്പാപ്പയുടെ തന്നെ നിർദ്ദേശം 2 തവണ മാർപ്പാപ്പ പറഞ്ഞു, പിന്നീട് വീഡിയോ കോൾ ഫോണിലൂടെ സന്ദേശം അയച്ചു, പിന്നീട് വീഡിയോ കോളിലെത്തി ഇവർക്ക് നിർദ്ദേശം നൽകി. എന്നിട്ട് പോലും ഇത് സഹകരിക്കാത്ത രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഒരു പരിഹാരത്തിലായിരിക്കും ഇനി സിറോ മലബാർ സഭ മുന്നിട്ടെത്തുക എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കാരണം വിമത വിഭാഗം നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുമൊക്കെ വന്ന് പറഞ്ഞതാണ് ഇത് തങ്ങൾ സഹകരിക്കില്ല, ഏകീകൃത കുർബാന നടപ്പാക്കില്ല എന്ന ഒറ്റ നിലപാടിൽ തന്നെയാണ്. ഇത് തന്നെയാണ് സിറോ മലബാർ സഭയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്കുമാകുന്നത്. ഇനി മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഇവരെ പുറത്താക്കിയാൽ തന്നെയും ഈ ജൂലൈ 4-ന് ശേഷം ഇവർ ഏകീകൃത കുർബാനയോട് സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെ പുറത്താക്കിയാൽ തന്നെ ഇവരൊരു പുതിയൊരു സഭ തന്നെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായിക്കോട്ടെ, അങ്ങനെ രൂപീകരിച്ചാലും സിറോ മലബാർ സഭയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാവും. വലിയ രീതിയിലുള്ള ഒരു അടുത്ത ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ പ്രശ്നം വളരെ കൂടുതൽ രൂക്ഷമായിട്ടുള്ള രീതിയിലേക്ക് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. കോടതിയും പോലീസും ഒക്കെ ഇടപെട്ട സാഹചര്യത്തിൽ ഇത് ഇനി ഏത് നിലപാടായിരിക്കും സിറോ മലബാർ സഭ എടുക്കുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഇന്ന് ചേരുന്ന സിനഡ് യോഗത്തിലും ഇതിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി നവമി, എന്തായാലും കുർബാനീകരണം മാത്രമാണ് ഇന്നത്തെ സിനഡിന്റെ അജണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നവമി, ഞാൻ നവമിയിലേക്ക് വരാം. അവിടെ നിന്ന് ഇനിയും വാർത്തകൾ കിട്ടാനുണ്ട്.